പ്രമുഖ അഭിഭാഷകൻ പി.ജി. മനുവിനെ കൊല്ലത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ പ്രമുഖ അഭിഭാഷകനാണ്. ഒപ്പം തന്നെ ഈ സമീപകാലത്തൊരു കേസിലടക്കം ആരോപണ വിധേയനായി നിൽക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് മരണത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? രാജ്കുമാർ, മനു ഇന്ന് രാവിലെ ബന്ധുക്കൾ നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ ഈ മനുവിനെ കണ്ടെത്തുന്നത്. പിന്നീട് ഇപ്പോൾ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ഇനി ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അതായത് നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിലാണ് ഈ മുൻ ഗവൺമെന്റ് ലീഡർ കൂടിയായ പി.ജി. മനുവിന് നേരത്തെ കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു. അന്വേഷണം പൂർത്തിയായി സമർപ്പിച്ച സാഹചര്യത്തിലായിരുന്നു ജാമ്യം കിട്ടിയത്. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച 3 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പായി ഹാജരാക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട നിയമോപദേശത്തിനായി മാതാപിതാക്കൾക്കൊപ്പം എത്തിയ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കടവന്ത്രയിലും അതിന്റെ ഓഫീസിലും പെൺകുട്ടിയുടെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. 2018 നടന്ന കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഒക്ടോബറിൽ പരാതിക്കാരിയും മാതാപിതാക്കളും ഈ വക്കീലിനെ മനുവിനെ കാണാൻ പോയത്. ഈ സംഭവത്തിൽ ഈ അദ്ദേഹത്തിനെതിരെ കേസ് നിലവിലുണ്ട്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇതിന് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ ഒരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിരുന്നു. അതിൽ ഈ പെൺകുട്ടിയുടെയും ബന്ധുക്കളോടും ഈ അഭിഭാഷകൻ കാല് പിടിച്ച് മാപ്പ് പറയുന്ന ചില ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അത് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു പ്രചരണം. സ്വാഭാവികമായിട്ടും അതിലെന്തെങ്കിലും മനോവിഷമം തോന്നി അയാൾ എന്തെങ്കിലും ജീവനൊടുക്കിയതാണോ തുടങ്ങിയ പല കാര്യങ്ങളിൽ ഇപ്പോൾ സംശയം. അല്ല, അങ്ങനെ ഒരു സംശയമുണ്ടോ? ആ പ്രതിസന്ധിയും അതിലെ മനോവിഷമവും മരണത്തിലേക്ക് നയിച്ചു എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യത്തിൽ ഇപ്പൊ അഭിഭാഷകർ തന്നെയാണ് ഇക്കാര്യം നമ്മളോട് പങ്കുവെച്ചത്. മറ്റുള്ള അഭിഭാഷകരാണ് പറഞ്ഞത്. അദ്ദേഹം കൊല്ലത്താണ് താമസിക്കുന്നെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത് കൊച്ചിയിലാണ്. അതുകൊണ്ട് ഇവിടെയുള്ള അതെ, പിറവം സ്വദേശിയാണ്. അതേപോലെ കൊല്ലത്താണ് ഇപ്പൊ നിലവിൽ താമസിക്കുന്നത്. ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷമായിരിക്കാം കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ ഒരു വീട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്വകാര്യ ദൃശ്യങ്ങൾ കാലുപിടിച്ച് മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും പോലീസ് ആ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപക്ഷെ അതാണോ എന്തെങ്കിലും ഇദ്ദേഹം ജീവനൊടുക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ശരി. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.